എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോമൻ കത്തോലിക്ക മതം, അതായത് റോമൻ കത്തോലിക്ക സഭ, റോമിൽ സ്ഥാപിതമായ സഭ, വത്തിക്കാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാർപ്പാപ്പ നേതൃത്വം കൊടുക്കുന്ന കത്തോലിക്ക സഭ 2000 വർഷത്തെ ഇവരുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ 2000 വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത് റോമിലുണ്ടായിരുന്ന ബിഷപ്പുമാരെയാണ് പിന്നീട് മാർപ്പാപ്പമാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. AD 590 ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പയെ കാണുന്നത്. അതിനു മുമ്പ് കത്തോലിക്ക സഭയ്ക്ക് ഒരു മാർപ്പാപ്പ ഉണ്ടായിരുന്നില്ല. പിന്നീട് സഭാചരിത്രത്തിൽ എഴുതി ചേർത്തതാണ് റോമിലുണ്ടായിരുന്ന ബിഷപ്പുമാരെയാണ് മാർപ്പാപ്പമാർ എന്ന് പിന്നീട് കത്തോലിക്ക മതം അവരുടെ ചരിത്രരേഖകളിൽ എഴുതി ചേർത്തത്. അല്ലാതെ കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായി ഒരു മാർപ്പാപ്പയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ AD 590 ഗ്രിഗറിയെ പിടിച്ച്, ഗ്രിഗറി ആണ് ഒന്നാമത്തെ മാർപ്പാപ്പയായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഈ റോമൻ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പമാർ ചെയ്ത വൃത്തികേടുകൾ, ഇതിൽ മിക്ക മാർപ്പാപ്പമാരും ശുദ്ധ വ്യഭിചാരികളും സ്വവർഗരതിക്കാരും ആയിരുന്നു. യൗവനക്കാരായ വൈദികരെ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാർപ്പാപ്പമാരുടെ ഒരു ഹോബിയായി മാറിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ സോതോമ്യ പാപം, അതായത് ഹോമോസെക്സ്, ആണാണോട് അവലക്ഷണം പ്രവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള വൃത്തികേടുകളുടെ ഒരു പരമ്പര തീർത്ത ഒരു സഭയാണ് റോമൻ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞത്. റോമൻ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പമാർ ചെയ്ത വൃത്തികേടുകൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ വർണ്ണിക്കാൻ തീരുമാനിച്ചാൽ ഇത്രമാത്രം വൃത്തികേടുകൾ, ലൈംഗിക അധാർമികതകൾ ചെയ്ത മറ്റ് ഒരു മനുഷ്യർ പോലും ഇന്ന് ഈ ഭൂമുഖത്ത് പോലുമില്ല. ഈദി അമീൻ പോലും ഈ റോമൻ കത്തോലിക്ക സഭയിലെ ചില മാർപ്പാപ്പമാരെക്കാൾ മെച്ചമായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഭീകരന്മാരും വൃത്തികെട്ടവന്മാരും പെണ്ണുപിടിയന്മാരും അതുപോലെ വ്യഭിചാരികളും മദ്യപാന്മാരും ഭോഗപ്രിയരും കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തിരുന്നത് റോമൻ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയും അവരുടെ കാർദിനാൾമാരും ബിഷപ്പ്മാരും അച്ഛന്മാരുമാണ് എന്നുള്ളത് ലോക ചരിത്രം തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, മിസ്റ്റർ സാജു തോമസ്, താങ്കൾ എന്തിനാണ് ഇപ്പോഴിത് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് പറയാനായിട്ട് ചില കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു സ്നേഹിതൻ ബഹുമാനപ്പെട്ട ടിസൺ തോമസ്, ഞാൻ അദ്ദേഹത്തെ എന്നും ഒരു ബഹുമാനത്തോടു കൂടെ മാത്രമേ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ബ്രദർ ടിസൺ, എന്തുണ്ട് വിശേഷങ്ങൾ, സുഖമായിരിക്കുന്നുവോ? അദ്ദേഹം എടുത്ത വായിക്ക് എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള പെന്തോകളോട് ഇനി ഞാൻ സംസാരിക്കില്ല. പെന്തോ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ, പെന്തോകളോട് സംസാരിക്കില്ല. സാജു തോമസിനോട് ഞാൻ സംസാരിക്കില്ല. ഞാൻ ചോദിച്ചു, എന്നോട് സംസാരിക്കാതിരിക്കാൻ ഞാൻ താങ്കളോട് എന്തെങ്കിലും മോശമായി താങ്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ താങ്കൾക്കോ എതിരെ ഞാൻ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പെന്തോകളെ ഇഷ്ടമല്ല. ഞങ്ങൾ ക്ലബ്ബ് ഹൗസിൽ പെന്തോകളെ പട്ടി തല്ലുന്ന പോലെ ഞങ്ങൾ തല്ലുകയാണ്. എൻ്റെ ടിസൺ ബ്രദറെ, ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ, ഇപ്പോൾ താങ്കളായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ ടിസൺ തോമസ് എന്ന വ്യക്തി കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് തുണി പൊക്കി കാണിച്ചാൽ, അല്ലെങ്കിൽ തുണി ഉരിഞ്ഞ് അവിടെ നിന്ന് പ്രതിഷേധം തീർത്താൽ എനിക്കെന്തെങ്കിലും സംഭവിക്കും? എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ് താങ്കളോട്. താങ്കൾ ക്ലബ്ബ് ഹൗസിൽ ഇരുന്ന് പെന്തോകൾ എന്ന് പറഞ്ഞുകൊണ്ട് പെന്തക്കോസുകാരെ തെറി പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, പെന്തക്കോസ്തുകാരുടെ സംസ്കാരം അതല്ല എന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കണം.
ഞാൻ ടിസൺ ബ്രദറോട് വളരെ ശക്തമായി ഞാൻ വാണിംഗ് ചെയ്തു, എന്നോട് മുട്ടാൻ താങ്കൾ വരണ്ട. സാജു തോമസ് എന്ന വ്യക്തി ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന 300 പേരടങ്ങുന്ന ഒരു സംഘത്തോട് ഞാൻ ശക്തമായി ഫൈറ്റ് ചെയ്തയാളാണ്. അവർ അവസാനം തോൽവി സമ്മതിച്ച് എൻ്റെ ഫേസ്ബുക്ക് ചാനൽ വരെ അവർ ഹാക്ക് ചെയ്ത് കളഞ്ഞു. ആ 300 അനാഖ്യ മല്ലന്മാർ ഉൾപ്പെടെയുള്ള 300 പേരോട് യുദ്ധം ചെയ്ത ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ ഈ 300 പേരടങ്ങുന്ന ഈ ഭീകര സംഘടനയ്ക്ക്, അല്ലെങ്കിൽ ശക്തന്മാർ, അവർ ആത്മീയ ഗോളത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്, അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഇസ്ലാമിക് ഭീകരന്മാർക്കെതിരെ ശക്തമായി പോരാടിയിട്ടുള്ള ആളുകളാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഒരു പരിധിവരെയും ഇസ്ലാമിക് ഭീകരന്മാർ ക്രിസ്ത്യാനികളുടെ മുകളിൽ കുതിര കയറാതിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടിസൺ ബ്രദർ എന്നെ ഇന്നലെ എനിക്കെതിരെ ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ചു. സാജു തോമസ് എന്ന പെന്തോ പാസ്റ്റർക്കെതിരെ ഞങ്ങൾ ക്ലബ് ഹൗസിൽ ആഞ്ഞടിക്കും. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ടിസൺ ബ്രദർ ബാത്റൂമിൻ്റെ അകത്ത് കയറി നിന്നുകൊണ്ട് തുണി പൊക്കി കാണിച്ചാൽ സാജു തോമസിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. സുഹൃത്തെ, നമ്മുടെ വാക്കുകൾ എപ്പോഴും വളരെ ശുദ്ധമായിരിക്കണം. നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും വളരെ ശുദ്ധമായിരിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് അതിശക്തമായ വെയിറ്റ് ഉണ്ട് എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടായിരിക്കും. ഒരിക്കൽ നമ്മുടെ പേരും അഡ്രസ്സും നഷ്ടപ്പെട്ടതിന് ശേഷം അത് എത്ര വർഷം കഴിഞ്ഞാലും അത് നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് വരാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ടിസൺ ബ്രദറിനോട് പറയാനായിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ വൃത്തികേടുകൾ എന്നെക്കൊണ്ട് നിങ്ങൾ നിർബന്ധിച്ച് പറയിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ കത്തോലിക്ക മതത്തിൻ്റെ ചരിത്രങ്ങൾ അങ്ങേയറ്റത്തെ മാർപ്പാപ്പ മുതൽ ഇങ്ങേയറ്റത്തെ അഭയ കേസ് മുതൽ ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വരെ ബലാത്സംഗ വീരന്മാരായ ബിഷപ്പ്മാരെക്കുറിച്ച്, കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ ഉണ്ടാക്കി കൊടുത്ത കന്യാസ്ത്രീമാരിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളിൽ ഉണ്ടാക്കിയ കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവരെ ഇന്ന് പല സഭയുടെ പല സ്ഥാപനങ്ങളിലും വളർത്തുന്നതിനെക്കുറിച്ചും, എന്തിന് കത്തോലിക്ക സഭ നിലനിൽക്കുന്നു, കത്തോലിക്ക വൈദികന്മാർ എന്തിന് നിലനിൽക്കുന്നു, അവരുടെ ബിഷപ്പ്മാർ എന്തിന് നിലനിൽക്കുന്നു, എന്തിനാണ് അവർ ഇങ്ങനെ ഈ മഠങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ശക്തമായി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വെറുതെ പെന്തിക്കോസുകാരുടെ മേയത്ത് കുതിര കയറി കത്തോലിക്ക സഭയിലുള്ള ആളുകൾ നാണം കെടരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഒന്ന്, ഞാൻ വളരെ ശക്തമായി ഇന്നലെ ഞാൻ പറഞ്ഞു, എന്നോട് മുട്ടാൻ വരണ്ട, അത് മുട്ടിയാൽ താങ്കൾക്ക് ക്ഷീണം ചെയ്യും. കാരണം ഞാൻ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ എനിക്ക് വായിൽ വരുന്ന എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല. ടിസൺ ബ്രദർ എന്ന് പറയുന്ന വ്യക്തി ക്ലബ് ഹൗസിൽ കിടന്ന് അലമുറയിട്ട് കാറുന്നു. അങ്ങനെ കാറിയതുകൊണ്ട് ഒരാശയം പൂർണ്ണമാകുമോ? താങ്കൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുക, താങ്കൾ പണ്ഡിതനായിരിക്കാം, പക്ഷേ കത്തോലിക്ക സഭയെക്കുറിച്ച് മാത്രമേ താങ്കൾക്കറിയത്തുള്ളൂ. കത്തോലിക്ക സഭ അല്ല ക്രിസ്തീയ സഭ എന്നും കത്തോലിക്ക മതത്തിൻ്റെ ഗ്രന്ഥമല്ല ബൈബിളെന്നും ആദ്യം താങ്കൾ മനസ്സിലാക്കുക. ബൈബിൾ എന്ന് പറയുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുള്ള ആളുകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശ്വാസീയമായ വാക്കുകളാൽ വന്നതും 40 പേർ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് ഏതാണ്ട് 1500ഓളം വർഷങ്ങൾ സമയമെടുത്ത് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു പവിത്ര ഗ്രന്ഥമാണ്. ഒരു വ്യക്തി എഴുതിയതുപോലെ ആദ്യം എഴുതിയ മോശ മുതൽ ഇങ്ങേ ഏറ്റവും അവസാനം പകർത്തി എഴുതിയ യോഹന്നാൻ വരെ വെളിപ്പാട് പുസ്തകം പകർത്തി എഴുതിയതുപോലെ, ഒരു വ്യക്തി എഴുതിയതുപോലെ, ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന ലോകത്തിൻ്റെ രക്ഷകനായ മശിഹ എന്ന ഒറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം നിങ്ങളെപ്പോലുള്ള കത്തോലിക്ക വിഗ്രഹാരാധികൾക്ക്, പെണ്ണുപിടിയന്മാർക്ക്, വ്യഭിചാരികൾക്ക്, കള്ളുകുടിയന്മാർക്ക്,
മദ്യപ്രിയരും ഭോഗപ്രിയരുമായിട്ടുള്ള നിങ്ങളുടെ മാർപ്പാപ്പമാർക്കൊന്നും ഉപയോഗിക്കാനുള്ളതല്ല എന്ന് അതിശക്തമായി ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ വെള്ളപ്രാവിനെ പറത്തുവിട്ട് അതിൽ പോലും ജാതീയത കാണിക്കുന്ന ഒരു സംസ്കാരമാണ് നിങ്ങളുടേത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വെള്ളക്കളറല്ലാത്ത വേറെ പ്രാവിനെ പറത്തുവിടുന്നത്? അപ്പോൾ വെള്ളക്കാരുടെ ഒരു പ്രസ്ഥാനം, വെള്ളക്കാരെ മാത്രം ഉയർത്തി കാണിക്കുന്ന ഒരു പ്രസ്ഥാനം, വെള്ളക്കാർ മാത്രം അല്ലെങ്കിൽ വെളുത്ത കളറുള്ളവർ മാത്രം മാർപ്പാപ്പയാകുകയും വെളുത്ത കളറുള്ളവന്മാർ മാത്രം ബത്രാന്മാരാകുകയും വെളുത്ത കളറുള്ളവന്മാർ മാത്രം അച്ഛന്മാരാകുകയും ചെയ്യുന്ന ഒരു സമൂഹം. എന്നാൽ കറുത്ത വർഗ്ഗക്കാർക്ക് കന്യാസ്ത്രീയാകാം, അതിന് കുഴപ്പമില്ല. എന്നാൽ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമേ അച്ഛനാകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സംസ്കാരമുള്ള ഇത്രയും നീചവും പൈശാചികവുമായ ഒരു പ്രസ്ഥാനമാണ് റോമൻ കത്തോലിക്ക മതം എന്ന് പറയുന്ന ഈ മതം. എനിക്കത് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ശക്തമായി പറയുന്നത്, കത്തോലിക്ക സഭക്കാർ എഴുന്നേറ്റ് നിന്ന് പെന്തക്കോസ്തുകാർക്കെതിരെ വെല്ലുവിളിച്ചാൽ, നിങ്ങളുടെ ജീവചരിത്രം ഞങ്ങൾ വർണ്ണിക്കാൻ തീരുമാനിച്ചാൽ ടിസൺ ബ്രദർ ഉടുതുണി പറിച്ച് അല്ലെങ്കിൽ ഉടുമുണ്ട് പറിച്ച് തലയും മൂടിക്കൊണ്ട് റോട്ടിലൂടെ ഓടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പെന്തക്കോസ്തുകാരെ കൊണ്ട് നിങ്ങളുടെ ചരിത്രം പറയിപ്പിക്കരുത് എന്നാണ് എനിക്ക് വിനീതമായി ഓരോ കത്തോലിക്ക മെത്രാന്മാരോടും അച്ഛന്മാരോടും പറയാനായിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ശക്തമായി പഠിച്ചവരാണ്. ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാം. നിങ്ങളുടെ മതം എന്താണെന്നും നിങ്ങളുടെ മതത്തിൻ്റെ നിങ്ങൾ എന്തിനാണ് നിലനിൽക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിലനിൽക്കുന്നത് ഒരിക്കലും സുവിശേഷം പങ്കുവെക്കുവാനോ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തോട് പറയാനായിട്ടല്ല. നിങ്ങളുടെ മതം എന്ന് പറയുന്നത് ഒരു ബിസിനസ് മതം മാത്രമാണ്. പൈസ ഉണ്ടാക്കുക, കന്യാസ്ത്രീമാരെ അടിമകളാക്കി വെച്ച് അവരെ ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരെ കൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും പണിയെടുപ്പിച്ച് അവരെ കൊണ്ട് വീടും മുറ്റവും പരിസരവും എല്ലാം വൃത്തിയാക്കിച്ച് ഒരു സമൂഹത്തെ പൈസ കൊടുക്കാതെ പണിയിപ്പിക്കാൻ വേണ്ടി മാത്രം തയ്യാറാകുന്ന ഒരു സമൂഹമാണിത്. അവരെ കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർക്ക് ഒരു മോഹന വാഗ്ദാനം കൊടുക്കും, നിങ്ങൾ യേശുവിൻ്റെ മണവാട്ടികളാണ്. വിഗ്രഹാരാധികൾ എങ്ങനെയാണ് യേശുവിൻ്റെ മണവാട്ടിയാകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു കല്ലിനെയും മണ്ണിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപമുണ്ടാക്കി വെച്ച് ഇത് യേശുവിൻ്റെ അമ്മ മറിയയാണ്, യേശുവിൻ്റെ അമ്മയായ മറിയയും ഇന്നിരിക്കുന്ന ഈ വിഗ്രഹവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും രൂപസാദൃശ്യമുണ്ടോ? ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പടം കൊണ്ടുവന്ന് വെച്ച് 50 മാതാവിൻ്റെ ഫോട്ടോ കണ്ടാൽ 50 ശൈലിയിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണം വെളുത്താണ് ഇരിക്കുന്നതെങ്കിൽ മറ്റതൊന്ന് ചുമന്നാണ് ഇരിക്കുന്നത്, മറ്റതൊന്ന് ഇരുണ്ട നിറത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 50 മാതാക്കൾ 50 രൂപത്തിലിരിക്കുന്നു, 50 സൈസിലിരിക്കുന്നു, 50 വ്യത്യസ്തമായ ഭാവങ്ങളോടെ ഇരിക്കുന്നു. എന്താണ് നിങ്ങളുടെ മതത്തിൻ്റെ എന്ന് ടിസൺ ബ്രദറിനോടാണ് ചോദിക്കുന്നത്. എന്നിട്ട് വലിയ ഗമയിൽ പറയുകയാണ്, ഞങ്ങൾ ക്ലബ്ബ് ഹൗസിൽ പെന്തക്കോസ്തുകാരെ തേച്ചൊട്ടിച്ചു. എന്ത് തേച്ചൊട്ടിച്ചു? ഏതെങ്കിലും നട്ടലുള്ള ചങ്കൂറ്റമുള്ള ഒരുത്തനെങ്കിലും കത്തോലിക്ക മതഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ചങ്കൂറ്റമുള്ള ഒരുത്തനെങ്കിലും ഒരു പെന്തക്കോസ്തുകാരനോട് സംസാരിക്കാനുള്ള കെൽപ്പുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യം വളരെ സ്പഷ്ടമായ ചോദ്യമാണ്, ചുമ്മാ പറയല്ല. നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ നാണം കെട്ട് ഉടുമുണ്ടുരിഞ്ഞ് തലയെ ചുറ്റിക്കൊണ്ട് അണ്ടർവെയർ വിട്ടുകൊണ്ട് നിങ്ങൾ ഓടേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് ടിസൺ ബ്രദറിനോട് പറയാനുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ടിസൺ ബ്രദർ ഉടുമുണ്ട് ഉരിഞ്ഞ് തലയിലിട്ടുകൊണ്ട് ഓടുന്ന ഓട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളുടെ മതത്തിനെതിരെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളെ പെന്തക്കോസ്തുകാരെ നിങ്ങൾ പെന്തോകളെന്ന് വിളിച്ച് അപമാനിച്ച് ചീത്ത പറയാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം, ശക്തമായി നിങ്ങളുടെ ഓരോ മാർപ്പാപ്പമാരുടെ ജീവചരിത്രം ഞാൻ തന്നെ വലിച്ചു കീറും ഇവിടെ ഇരുന്നുണ്ട്. കാരണം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചു. സഭാചരിത്രം ഞാൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. പല കാര്യങ്ങളും ഞാൻ വിഴുങ്ങിക്കളഞ്ഞതാണ് നിങ്ങളെക്കുറിച്ച് പറയാതെ. കാരണം അത് പറയാൻ എനിക്ക് തന്നെ നാണമാകുന്നു. കേട്ടാൽ അറപ്പുളവാക്കുന്ന, പറയാൻ ലജ്ജിക്കുന്ന, നാണിക്കുന്ന ചരിത്രങ്ങളാണ് കത്തോലിക്ക മതത്തിൻ്റെ ഉള്ളത്. ഇത്രയും വൃത്തികേടുകളും പെണ്ണുപിടിയും ഭോഗപ്രിയരായിട്ടുള്ള ആളുകൾ ഈ ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഓരോരുത്തർ എഴുന്നേരെന്ന് പറയുന്നത്, ഞാൻ കത്തോലിക്കനാണ്, പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളല്ല, പെന്തക്കോസ്തുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ക്ലബ്ബ് ഹൗസിലിരുന്ന് ചീത്ത വിളിക്കുകയാണെന്ന് പറയും. ഞാൻ ഒരു വ്യക്തിയെയും
ഇന്ന് വരെ എൻ്റെ ഈ ചാനലിൽ ഇരുന്നൊരു വ്യക്തിപരമായ ഒരു ഹത്യയും നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. എനിക്ക് ടിസൺ ബ്രദർ പറയുന്ന കത്തോലിക്ക സഭ എന്ന് പറയുന്ന ആ മതത്തിൻ്റെ ആശയങ്ങളോടാണ് എതിര്, അല്ലാതെ ടിസൺ ബ്രദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടല്ല എൻ്റെ എതിർപ്പ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ എനിക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികളിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഞാനീ പറഞ്ഞത്. അന്നേരമാണ് പറഞ്ഞത് സാജു തോമസ് എന്ന് പറയുന്ന പെന്തക്കോസ് പാസ്റ്റർ, പെന്തോ പാസ്റ്ററുമായിട്ട് ഞങ്ങളിനി സംസാരിക്കില്ല. സംസാരിക്കാൻ പേടിയാണ്, സംസാരിക്കാൻ ഗഡ്സില്ല, ചങ്കുറപ്പില്ലാത്ത ഒരാൾ വന്നിട്ട് സാജു തോമസുമായിട്ട് സംസാരിക്കില്ല, മിണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ മിണ്ടണ്ട. ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ സുഹൃത്തെ. ഞാനും താങ്കളും തമ്മിൽ ബൈബിൾ പരമായ ആശയങ്ങൾ പറയാൻ താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ ഭാഗം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. എനിക്ക് താങ്കളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മതം പറയണ്ട, നമുക്ക് കത്തോലിക്കരെയും കുറിച്ച് പറയണ്ട, ബന്ധുക്കോസുകാരെക്കുറിച്ചും പറയണ്ട. നമ്മൾക്കൊരു സൗഹൃദ ബന്ധത്തിൽ മാത്രമേ, വ്യക്തിബന്ധങ്ങൾക്ക് ഒരിക്കലും ഉലച്ചിൽ സംഭവിക്കാൻ പാടില്ല. മതം വേറെ, വ്യക്തിബന്ധം വേറെ. അപ്പോഴാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരുപാട് നാളായല്ലോ ഈ സഹോദരനെ ഒന്ന് വിളിച്ചിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശക്തമായ രീതിയിലൊരു മറുപടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സാജു തോമസ് എന്ന പെന്തക്കോസ്ത് പാസ്റ്റർ, ഒരു സുവിശേഷകനായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ സാജു തോമസ് എന്ന് പറഞ്ഞാലും മതി, കത്തോലിക്ക സഭയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് മുമ്പോട്ട് വന്നാൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി, ഇസ്രായേൽ ഹമാസിനെ അടിച്ചതിന് അതുപോലെയുള്ള തിരിച്ചടി നേരിടേണ്ടി വരും. ഇസ്രായേലിൻ്റെ അടി കൊണ്ട് വീടും കൂടും നാടും നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, ഭാര്യമാരെ നഷ്ടപ്പെട്ട്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട്, ലോകരാജ്യത്തിൻ്റെ മുമ്പിൽ ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ട ഗതികേട് ഹമാസിന് വന്നതുപോലെ പെന്തക്കോസ്തുകാർക്കെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചാൽ വചനം എടുത്ത് ഞങ്ങൾ ശക്തമായി പ്രയോഗിക്കും. അപ്പോൾ ഓരോ കത്തോലിക്ക സഭക്കാരനും, എല്ലാവരും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ഈ അച്ഛന്മാരാന്ന് പറഞ്ഞാലും ബിഷപ്പ്മാരാന്ന് പറഞ്ഞാലും വികാരവും വിചാരവും എല്ലാവർക്കും ഉണ്ട് അല്ലേ? മാർപ്പാപ്പയ്ക്ക് എന്താ വികാരമില്ലേ? നിങ്ങൾ എന്നാ അത് ചിന്തിക്കുന്നത്? 80 വയസ്സായാലും മാർപ്പാപ്പയ്ക്ക് വികാരമില്ലേ? നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കാജുവും കിസ്മിസും, കാജു എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി, കശുവണ്ടിയും കിസ്മിസും, അതുപോലെ ബദാം പരിപ്പും, അതുപോലെയുള്ള നല്ല മൃഷ്ടാന ഭോജനങ്ങൾ കഴിച്ച് ജീവിക്കുന്ന കത്തോലിക്ക അച്ഛന്മാർക്ക് വികാരമില്ലേ? അവരുടെ വികാരം അവരെ എവിടെ തീർക്കും? അത് മനുഷ്യനാണ്, മനുഷ്യന് ബലഹീനതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വികാരം മൂത്ത് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളിൽ പോയി ചാടും. അപ്പോൾ ചോദിക്കും, വികാരം ഒക്കെ ഇല്ലാത്തവന്മാരാണ് ഇതിനകത്തേക്ക് വരുന്നത്. പണ്ട് കത്തോലിക്ക അച്ഛന്മാർ കടുക്കാവെള്ളം കുടിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല. കടുക്കാവെള്ളം കുടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് ഭക്ഷണമല്ലേ, ഞാനിതൊന്നും പറയുകയില്ലായിരുന്നു. പക്ഷേ ഈ ടിസൺ ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് പെന്തക്കോസ്തുകാരെ തെറി പറയുകയാണ്, ഭയങ്കരമായിട്ട് തെറി പറയും. അതുകൊണ്ട് എനിക്കിത് ശക്തമായി പറയേണ്ടി വരും. ഞാൻ പറയുന്നത് പല ആളുകളും കേൾക്കുകയും ചെയ്യും. ഇതാണ് സുഹൃത്തെ, വികാരവും വിചാരവും എല്ലാവർക്കും ഉണ്ട്. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നന്മ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അറിയപ്പെടാത്ത തിന്മയത്രയും ഞാൻ ചെയ്യുന്നത്. അത് എൻ്റെ ശരീരം ജഡമായതുകൊണ്ട്, ബലഹീന ശരീരമാണ്. ഈ ഇരിക്കുന്ന ടിസൺ ബ്രദറിനായാലും സാജു തോമസിനാണേലും ആർക്കായാലും എല്ലാവർക്കും വികാരവും വിചാരവും ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? സുന്ദരിയായ ഒരു സ്ത്രീ പോകുന്ന വഴിയിലേക്ക് 90 വയസ്സുള്ള ഒരു കിളവനും നോക്കിപ്പോകും. അത് മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വാസനയാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയെ ആകർഷിക്കും, ഒരു സ്ത്രീ ഒരു പുരുഷനെ ആകർഷിക്കും. അതിൽ നമുക്ക് ആകർഷിക്കരുതെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മെത്രാപ്പോലിത്തമാരോ അല്ലെങ്കിൽ റോമാ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പന്മാർ ഭോഗപ്രിയരായി എന്ന് പറയുന്നതിൽ വലിയ അതിശോക്തിയൊന്നുമില്ല. കാരണം അവർ രാജാവിനേക്കാൾ സുഖിച്ചാണ് ജീവിച്ചിരുന്നു. ഒരേ സമയത്ത് തന്നെ പല വെപ്പാട്ടിമാരുണ്ടായിരുന്നു മാർപ്പാപ്പന്മാർക്ക്. അവർ വെറും ഭോഗപ്രിയർ മാത്രമായിരുന്നു. അവർ ക്രിസ്തുവിന് വേണ്ടിയിട്ട് സുവിശേഷ വേലയ്ക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കത്തോലിക്കയിലെ മാർപ്പാപ്പന്മാർ എത്ര ഭോഗപ്രിയരായാലും
ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചാലും പെൺകുട്ടികളെ പീഡിപ്പിച്ചാലും അത് കുഴപ്പമില്ല. കാരണം അദ്ദേഹം ഇരിക്കുന്നത് പത്രോസിൻ്റെ സിംഹാസനത്തിലാണ്. ആ സിംഹാസനത്തിരുന്നുകൊണ്ട് എന്ത് വൃത്തികേട് കാണിച്ചാലും അത് കുഴപ്പമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാണോ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്? എൻ്റെ ഒരു ചോദ്യമാണിത്. പത്രോസിൻ്റെ സിംഹാസനത്തിരുന്നുകൊണ്ട് വ്യഭിചാരം ചെയ്യാം, പത്രോസിൻ്റെ സിംഹാസനത്തിരുന്നു കൊണ്ട് പ്രായപൂർത്തിയായ ആൺകുട്ടികളെ ഉപയോഗിച്ച് സോദോമ്യ പാപം ചെയ്യാം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാം. ഇതാണോ കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്? അപ്പോൾ ടിസൺ ബ്രദർ പറയുകയാണ്, പത്രോസിനെ സിംഹാസനത്തിരുന്നുകൊണ്ട് എന്ത് വൃത്തികേട് വേണേലും കാണിക്കാം. എന്താണ് നിങ്ങൾ പത്രോസിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? പത്രോസ് നിങ്ങളുടെ മാർപ്പാപ്പയെ പോലെ വ്യഭിചാരിയായിരുന്നോ? പത്രോസ് നിങ്ങളുടെ മാർപ്പാപ്പയെ പോലെ ഭോഗപ്രിയനായിരുന്നു? പത്രോസ് നിങ്ങളുടെ മാർപ്പാപ്പയെ പോലെ, നിങ്ങളുടെ മാർപ്പാപ്പമാരെ പോലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച വ്യക്തിയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാണവും ഒരു ഉളുപ്പും വേണ്ടേ ഈ വാക്കുകൾ പറയാൻ? ഇത് ജനം കേൾക്കുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക മതം എന്തുകൊണ്ടാണ് ലൈസൻസ് കൊടുക്കുന്നത് ഈ വ്യഭിചാരം ചെയ്യാൻ? എന്താ നിങ്ങളുടെ മാർപ്പാപ്പ മറ്റുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചാൽ അത് വിശുദ്ധ പീഡനമാകുമോ? ആ വിശുദ്ധ പീഡനം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സന്തുഷ്ടനാകുമോ? പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പിടിച്ച് സോദോമ്യ പാപത്തിൽ നിങ്ങളുടെ മാർപ്പാപ്പന്മാർ ഏർപ്പെടുത്തിയത് അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുണ്ടാകുമോ? നിങ്ങൾ എന്ത് ആഭാസത്തരമാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്? ഇത് ശരിയാണോ നിങ്ങളിങ്ങനെ പറയുന്നത്? ഒരു സമൂഹത്തെ നിങ്ങൾ പിഴപ്പിച്ച് വിടുകയല്ലേ ചെയ്യുന്നത്? കണ്ട് അവിടത്തെയും ഇവിടത്തെയും വിഗ്രഹങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് പാമ്പിൻ്റെ വായിൽ കോലിട്ട് നിൽക്കുന്നവൻ്റെയും പലരുടെയും വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് ആ പുണ്യവാളനാണ് ഈ പുണ്യവാളനാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കോമാളി വേഷം ജനങ്ങളെ കോമാളി വേഷം കെട്ടിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളും മറ്റ് ബാബിലോണിയ സംസ്കാരവുമായി ബാബിലോണിയ മതങ്ങളുമായി എന്താണ് വ്യത്യാസമിരിക്കുന്നത്? പള്ളിയിലും പരിസരങ്ങളിലുമെല്ലാം എത്രയോ വിഗ്രഹങ്ങളാണ് നിങ്ങൾ അടിച്ചു വാർത്തുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ പോയി കുമ്പിട്ട് നിന്ന് പൂജിക്കുമ്പോൾ, നിങ്ങളുടെ ഈ വ്യഭിചാരം ചെയ്ത മാർപ്പാപ്പന്മാരുടെ എല്ലാം കല്ലറുകളുടെ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ഒരു കളിപ്പാവയാണോ എന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ ആരെയാണ് ഈ പഠിപ്പിക്കാൻ വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംസ്കാരമുണ്ടോ? നിങ്ങൾക്ക് ക്രിസ്തുവുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നിങ്ങൾക്കിതുമായി ഈ ബൈബിളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അക്ഷരം അറിയാമോ? നിങ്ങൾ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ നിലനിൽപ്പ് എന്താണ്? നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, അതായത് ഈ കത്തോലിക്ക മതം എന്ന് പറയുന്ന ഈ ഭൂലോക വ്യഭിചാരം ചെയ്ത് മാർപ്പാപ്പമാരുള്ള ഈ സഭ ആരെയാണ് പഠിപ്പിക്കുന്നത്? പെന്തിക്കോസുകാരെ എന്ത് പഠിപ്പിക്കാനാണ് നിങ്ങൾ? എന്തെങ്കിലും ഒരു സംസ്കാരമുള്ള ആളുകൾ ആണോ നിങ്ങളുടെ മാർപ്പാപ്പന്മാരുണ്ടായിരുന്നത്? പിന്നെ നിങ്ങൾ എന്താണ് പെന്തിക്കോസുകാരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു നാണം വേണ്ട നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ? എന്നിട്ട് പറയുകയാണ് സാജു തോമസുമായിട്ട് ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ത് യുദ്ധം? സാജു തോമസുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചാൽ നിങ്ങൾ ജയിക്കും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കാരണം എൻ്റെ കഴിവ് കൊണ്ടല്ല, ബൈബിൾ എന്ത് പറയുന്നു അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കത്തോലിക്ക മതം എന്ത് പറയുന്നു അതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. സിംഹാസനത്തിരിക്കുന്ന മാർപ്പാപ്പ വ്യഭിചാരം ചെയ്താൽ അത് പാപമല്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? സിംഹാസനത്തിരിക്കുന്ന മാർപ്പാപ്പ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചാൽ അത് വിശുദ്ധ പീഡനമാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ഒരു സമയത്ത് തന്നെ അനവധി സ്ത്രീകളെ ലൈംഗികമായി ഭോഗിച്ചു മുമ്പോട്ട് പോയ മാർപ്പാപ്പമാരുണ്ട്. അവരെല്ലാം ചെയ്തത് വിശുദ്ധ പീഡനമാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? ഡിസംബറിനോട് ചോദിക്കും. നിങ്ങളല്ലേ പറഞ്ഞത് അത് വിശുദ്ധ പീഡനമാണ്? പത്രോസിൻ്റെ സിംഹാസനം തിരുന്നുകൊണ്ട് എന്ത് വൃത്തികേട് മാർപ്പാപ്പ കാണിച്ചാലും അത് കർത്താവിന് വിഷയമില്ല, കർത്താവ് അത് പൊറുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇത് നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? നിങ്ങളെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു? നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? എന്നിട്ട് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെന്തക്കോസ്തുകാരെ പെന്തോകൾ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുതുകത്ത് കുതിര കയറാൻ വന്നാൽ
ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർത്ത് കഴിയുമ്പോൾ പിന്നെ തുണി പറിച്ച് തലയെ കെട്ടി ഓടേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അത് ടിസം ബ്രദർ ഉണ്ടാക്കരുത്. ഓരോ കത്തോലിക്ക മെത്രാന്മാരോടും ഓരോ കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാരോടുമാണ് ഈ പറയുന്നത്. പെന്തക്കോസ്തുകാരുടെ മേൽ കുതിര കയറാൻ വന്നാൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിരോധം ഞങ്ങൾ തീർക്കും. എന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, കത്തോലിക്ക മതത്തെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം 7 കുരിശുദ്ധങ്ങൾ നടത്തി മുഹമ്മദീയരെ കൊന്നൊടുക്കിയ ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ. അതിൻ്റെ ഒരു വശവും കൂടെ ഞാൻ പറഞ്ഞു. മുഹമ്മദീയർ വന്ന് ആക്രമിച്ചപ്പോൾ അവരൊരു പ്രതിരോധം തീർത്തു. അത് നല്ലത് തന്നെയാണ്, അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ഈ ആഭാസത്തരം ഇസ്ലാമിക് ചിന്താഗതിക്കാർ പലരും മനസ്സിലാക്കാതിരിക്കുന്നു. ഞാനിത് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കി നിങ്ങൾക്കെതിരെ ശക്തമായ ആയുധമായി അവർ വന്നാൽ നിങ്ങൾ ക്ലബ് ഹൗസിൽ നിന്നല്ല, ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലും നിങ്ങൾ നാണം കെട്ട് നിങ്ങളുടെ തലയെ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അതെന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒരു സൈഡിൽ നിന്ന് പറയാൻ തുടങ്ങിയാൽ 1-ാം നൂറ്റാണ്ടിലെ സഭാചരിത്രം മുതൽ ഇന്ന് വരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് വരെയുള്ളവരുടെ കാര്യം പറയും. സിസ്റ്റർ അഭയ നിങ്ങൾ തല്ലിക്കൊന്നു, കുളത്തിൽ വലിച്ചെറിഞ്ഞു. കേരളത്തിൽ എത്ര കിണറുകളിൽ കന്യാസ്ത്രീമാർ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഓരോന്ന് പൊളിച്ചടുക്കി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പെന്തോകൾ എന്ന് വിളി നിർത്തിക്കോ, പെന്തക്കോസ്തുകാരെന്ന് വിളിക്കാൻ വിളിച്ചോ. അല്ല എങ്കിൽ ശക്തമായ പ്രതിരോധം ഞങ്ങൾ തീർക്കും. പിന്നെ എനിക്ക് ആരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആരെയും കൂടി നിർത്തുക. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറയും. എനിക്ക് ആരുടെയും ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല ഈ വിഷയങ്ങളെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് ഞാനൊരു സമൂഹമായിട്ടാണ് നിങ്ങളെ ആക്രമിക്കുന്നതെന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാനെന്ന ഒരൊറ്റ വ്യക്തി മതി ടിസൺ ബ്രദർ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ തേച്ചൊട്ടിക്കാൻ. എനിക്ക് ക്ലബ് ഹൗസിലിരുന്ന് 500 പേരുടെ സഹായമൊന്നും വേണ്ട. അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ ഇരുന്ന് ഒരുപാട് പേരുടെ സഹായമൊക്കെ മേടിച്ചിട്ട് പറയാം എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്ന ഒരൊറ്റ വ്യക്തി ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഞാനിത് പഠിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഇതിനുള്ള പുസ്തകങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഈ വീഡിയോ കേൾക്കുന്ന മുതൽ പെന്തോകൾ എന്നുള്ള വിളി നിങ്ങൾ നിർത്തിക്കോ. പെന്തക്കോസുകാരെ ഞങ്ങൾ തേച്ചൊട്ടിച്ചു, പെന്തക്കോസുകാർക്കെതിരെ ആക്രമണം അയച്ചു വിട്ടുന്ന പരിപാടി നിർത്തിക്കൂ. അല്ല എങ്കിൽ അടുത്ത ദിവസം മുതൽ കത്തോലിക്ക മാർപ്പാപ്പന്മാരുടെ ജീവചരിത്രം ഞാനങ്ങ് തുറക്കും. നിങ്ങൾ ചെയ്ത ഓരോ വൃത്തികേട്, ഫ്രാങ്കോ മുളയ്ക്കൽ വരെയുള്ളവരുടെ വൃത്തികേടുകൾ ഞാൻ ഇതിലൂടെ പച്ചയ്ക്ക് വിളിച്ചു പറയും. ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് എന്നോട് മുട്ടാൻ നിൽക്കണ്ട എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഇനി അടുത്തത് ഇതിൻ്റെ പ്രതികരണം വന്നതിന് ശേഷം അടുത്ത ബാക്കി പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.